സിവിൽടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഗ്രേഡ് 1 എക്സാം റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. എക്സാം റിലേറ്റ് ചെയ്തിട്ട് നമ്മളെ ചാനലിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് തരാൻ പറ്റുന്നുള്ളൊരു ക്വസ്റ്റ്യൻ പോലെ ഞാൻ 3 ഓപ്ഷൻ തരുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട് ഏതാണെന്നുള്ളത് നിങ്ങൾ കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു എക്സാമിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 3 ഓപ്ഷനാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ 3 ഓപ്ഷൻ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 5 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഫസ്റ്റ് ഓപ്ഷൻ 5 ക്വസ്റ്റ്യൻ ഡെയിലി എന്നുള്ള രീതിയിൽ 5 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ 5 ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ 4 ഓപ്ഷൻസ് ഉണ്ടാവും അല്ലേ. ആ ഒരു 4 ഓപ്ഷനും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏരിയാസും കവർ ചെയ്ത് പോകും. അങ്ങനെ ഡെയിലി 5 ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ മൺഡേ ടു ഫ്രൈഡേ ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. മൺഡേ ടു ഫ്രൈഡേ എന്നുള്ളത്, സാറ്റർഡേ സൺഡേ ഒഴിവാക്കിയിട്ടിട്ട് മൺഡേ ടു ഫ്രൈഡേ എന്നുള്ള രീതിയിൽ ഇതാണ് ഓരോ ഓപ്ഷൻ വരുന്നത്. പിന്നെ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ തന്നെ ഓപ്ഷനാണ്. അതായത് നമ്മൾ മൊഡ്യൂൾ 1 നമുക്കിപ്പം 10 മൊഡ്യൂൾസ് ആണുള്ളതെങ്കിൽ മൊഡ്യൂൾ 1 എടുക്കും. എന്നിട്ട് ആ ഒരു മൊഡ്യൂൾ 1ലുള്ള ഏരിയാസ് നമ്മൾ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് കവർ ചെയ്യും. ഐഡിയ എന്താണെന്ന് ഐഡിയ ഇല്ലാത്തവർ നിങ്ങളൊന്ന് പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ എക്സാം റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ മൊഡ്യൂൾ 1 എങ്ങനെയാണെന്ന് ഇതുവരെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒരു ഐഡിയ ഞാൻ തരാം. മൊഡ്യൂൾ 1 നമ്മളിപ്പം ഒരു 10 ടോപ്പിക് അതിലുണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിലുള്ള ടോപ്പിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എടുക്കും. എന്നിട്ട് ആ ഒരു ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും വെച്ചിട്ട് ഈ ഒരു മൊഡ്യൂൾസിലെ ഏരിയാസ് കവർ ചെയ്ത് പോവുകയാണ് ചെയ്യുക. അങ്ങനെ നമുക്ക് വീക്ക്ലി നമ്മളിപ്പോൾ നോർമലി ഇടുന്ന പോലെ തന്നെ നമുക്ക് എത്രയാണ് ടൈപ്പ്, നമുക്കിപ്പം ഓരോ മൊഡ്യൂൾസിലും കുറേ ഏരിയാസ് പഠിക്കാനുണ്ട് അല്ലേ. അപ്പം അത് വീക്കിലി എത്ര വീഡിയോസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി ചൂസ് ചെയ്തതിന് ശേഷം ഷെഡ്യൂൾ ചെയ്യുന്നതായിരിക്കും. ഷെഡ്യൂൾ ചെയ്തിട്ട് ഫസ്റ്റ് വീഡിയോയിൽ തന്നെ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇൻ കേസ് ആ വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതെങ്കിൽ. അപ്പം സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മൾ 1 to 10 മൊഡ്യൂൾസിലുള്ള ഏരിയാസ് ഓരോ മൊഡ്യൂൾസ് വെച്ചിട്ട് ക്വസ്റ്റ്യനും ഓപ്ഷൻസും വെച്ചിട്ട് കംപ്ലീറ്റ് മൊഡ്യൂൾ കവർ ചെയ്ത് പോവുക എന്നുള്ളതാണ് സെക്കൻഡ് ഓപ്ഷൻ വരുന്നത്. തേർഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വരുന്നത് ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ഇപ്പം ഓരോ മൊഡ്യൂൾസിലുള്ള ഏരിയാസ് കംപ്ലീറ്റ് നമുക്കൊന്ന് റിവിഷൻ ചെയ്ത് പോവുക എന്നുള്ളത്. അതാണ് തേർഡ് ഓപ്ഷനായിട്ട് നിങ്ങളുടെ അടുത്ത് വെക്കുന്നത്. അപ്പം അതിൽ ക്വസ്റ്റ്യനും ആൻസേഴ്സും നമ്മൾ എടുക്കുന്നില്ല, തിയറി ആയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോവുക. ഇതുപോലെ തന്നെ സർവേ ആണെങ്കിൽ വരുന്നതെങ്കിൽ സർവേയിലുള്ള ഇപ്പം ചെയിൻ സർവേയിങ് എന്നുള്ള ഏരിയ, അതിൽ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ഒക്കെ പറഞ്ഞു പോവുക. പിന്നെ അതുപോലെ തന്നെ കോമ്പസ്, അങ്ങനെ നമുക്ക് അതിൽ ഏരിയാസ് ഇങ്ങനെ ഒരു റിവിഷൻ രീതിയിൽ മാത്രം നമുക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് പോവുക എന്നുള്ളതാണ് തേർഡ് ഓപ്ഷൻ വരുന്നത്. അപ്പം ഈ ഒരു 3 ഓപ്ഷനിൽ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ട് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നത് ഏത് മെത്തേഡാണോ ആ മെത്തേഡിലായിരിക്കും നമ്മളിനി ഈ ഒരു എക്സാം റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം 3 മെത്തേഡ്സ് ഞാൻ ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ക്വസ്റ്റ്യൻസ് എടുക്കും. ആ ഒരു ക്വസ്റ്റ്യൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏരിയാസ് നമ്മൾ കവർ ചെയ്ത് പോകും. അതിൻ്റെ ഓപ്ഷൻസും പിന്നെ അതിൻ്റെ ആൻസേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏരിയ നമ്മൾ ആ ഒരു 5 ക്വസ്റ്റ്യനിലൂടെ കടന്നു പോകുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് മൺഡേ ടു ഫ്രൈഡേ എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുക. പിന്നെ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൊഡ്യൂൾസ് പ്രകാരം അല്ലേ, മൊഡ്യൂൾ 1 ആണെങ്കിൽ മൊഡ്യൂൾ 1ലുള്ള ഏരിയാസ് നമ്മൾ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഓപ്ഷൻസും വെച്ചിട്ട് കവർ ചെയ്ത് പോവും. ഓരോ ക്വസ്റ്റ്യൻ പറയും, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏരിയാസ് ഡിസ്കസ് ചെയ്യും. അങ്ങനെ നമ്മൾ ഓരോ മൊഡ്യൂളും കവർ ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ മോഡൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കതിൻ്റെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് മാത്രം, ഓരോ മൊഡ്യൂൾസിലെയും ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് മാത്രം കവർ ചെയ്ത് പോകുന്നതാണ്. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടന്റ് ആയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് മാക്സിമം നിങ്ങളിലേക്ക് എത്തുന്ന ആ ഒരു ടൈമിൽ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമുക്ക് എക്സാമിന് ലിമിറ്റഡ് ഡേയ്സേ ഉള്ളൂ അല്ലേ. അപ്പം നിങ്ങൾ എത്ര പെട്ടെന്ന് അത് ചൂസ് ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും നമ്മൾ ആ ഒരു വീഡിയോൻ്റെ
ഷെഡ്യൂളിങ് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്തായാലും നോക്കിയിട്ടൊന്ന് പെട്ടെന്ന് തന്നെ ചൂസ് ചെയ്യുക. പിന്നെ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് കാണുന്നതെങ്കിൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓണാക്കി വെക്കുക. കാരണം നമ്മൾ ഇങ്ങനത്തെ അപ്ഡേറ്റ്സ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കമൻസ് അതിൻ്റെ കൂടെ തന്നെ, അതായത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കമൻറ്റ് ചെയ്തേ മതിയാവുള്ളൂ. നമ്മൾ മാക്സിമം ആൾക്കാർ ഏത് രീതിയിലാണ് കമൻറ്റ് ചെയ്യുന്നത് നോക്കിയിട്ടായിരിക്കും നമ്മൾ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ടാവുക. അതുപോലെ വീഡിയോന്റെ 24 hours കമൻസ് ആണ് കേട്ടോ നമ്മൾ നോക്കുക. കാരണം നമുക്ക് അത്ര ടൈമേ ഉള്ളൂ അല്ലേ. ആ ഒരു 24 hours കമൻസ് നോക്കിയിട്ടാണ് നമ്മൾ ഇനി പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾ ഏതാണോ ചൂസ് ചെയ്യുന്നത് നമ്മൾ അത് പ്ലാൻ ചെയ്ത് പിന്നെ അതിനനുസരിച്ച് വീഡിയോസ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം അല്ലേ. അപ്പം അതിനുള്ളൊരു ടൈമും നമുക്ക് ആവശ്യമുണ്ട്. അപ്പം നിങ്ങൾ മാക്സിമം എത്ര നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഏത് രീതിയിലാണെങ്കിലും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ നിന്നൊരു മെത്തേഡ് പ്രകാരം ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കറക്റ്റ് ഷെഡ്യൂൾ നമ്മൾ ഓൾറെഡി ടൈം ടേബിൾ തന്നിട്ടുണ്ട്. ഇൻ കേസ് അതിലെ ടൈമൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളതിനനുസരിച്ചിട്ട് ആ ടൈം ടേബിൾ ഒന്ന് മാറ്റുക. എന്നിട്ട് നിങ്ങൾ സബ്ജക്റ്റ് കറക്റ്റ് ഇതുപോലെ എഴുതി പഠിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും നമുക്ക് ഈ ഒരു കറക്റ്റ് ഒരു ടൈമിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. നിങ്ങൾക്കറിയാം, നിങ്ങൾ സിലബസ് ഒക്കെ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. എല്ലാവരും മാക്സിമം എഫേർട്ട് ഇട്ട് തന്നെ പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.